ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയ കാലം തൊട്ട് തന്നെ എന്നോട് ധാരാളം പേരായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് കൂടുതൽ അമ്പലങ്ങളുടെ വീഡിയോ എടുക്കുന്നതെന്ന്. അമ്പലത്തിൽ പോകുന്ന വേറൊന്നും കൊണ്ടല്ല, അല്പ സമാധാനത്തിന് വേണ്ടി തന്നെയാണ്. നമുക്ക് അമ്പലത്തിൽ പോയി ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ വേറെ എവിടെ നിന്നും കിട്ടില്ല. നമ്മൾ ഈ രാവിലെ അമ്പലത്തിലേക്കൊക്കെ പോകുമ്പോഴും അവിടെ നിന്ന് കിട്ടുന്ന ഒരു അന്തരീക്ഷവും അവിടെ നിന്ന് കേൾക്കുന്ന പാട്ടുകളൊക്കെ ഭയങ്കര ഒരു സമാധാനം തരുന്ന ഒരു കാര്യമാണ്. ഈ അമ്പലം എന്നുള്ള ഒരു സ്ഥലം ശരിക്കും നമ്മുടെ ജാതിയോ മതമോ വളർത്തിയെടുക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സ്ഥലമല്ല. നമുക്ക് കുറച്ചൊരു സമാധാനമായിട്ട് പോയി ഇരിക്കാൻ പറ്റിയ ഒരു ഇടമാണ്. പിന്നെ ഞാൻ കൂടുതൽ പോകുന്ന അമ്പലങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ഫേമസ് അല്ലാത്ത അമ്പലങ്ങളാണ്. ഫേമസ് ആയവിടെ പോവാറുണ്ട്. എന്നാലും കൂടുതലായിട്ട് പോകുന്നത് അധികം ആൾക്കാർ അറിയപ്പെടാതെ കിടക്കുന്ന നല്ല ഭംഗിയുള്ള ക്ഷേത്രങ്ങളാണ്. വലിയ വലിയ അമ്പലങ്ങളിലെന്ന് പറഞ്ഞാൽ അവര് നമുക്ക് പബ്ലിസിറ്റിയോ അല്ലെങ്കിൽ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ധാരാളം ആൾക്കാർ അങ്ങോട്ടേക്ക് വരും. അതുകൊണ്ട് തന്നെ അവർക്ക് വരുമാനത്തിനോ അവരുടെ ബാക്കി കാര്യങ്ങൾക്കൊന്നും മുട്ടില്ല. പക്ഷെ ചെറിയ അമ്പലങ്ങളുണ്ട്. അത് നമ്മൾ കാണാത്ത ധാരാളം അമ്പലങ്ങൾ ഈ നാട്ടിൻപുറങ്ങളിലും ഉൾപ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. അങ്ങനത്തെ അമ്പലങ്ങളിലെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പേര് വന്നാൽ മാത്രമേ അവിടെയുള്ള ജീവനക്കാർക്കും അല്ലെങ്കിൽ ആ അമ്പലത്തിനും ഒരു നിലനിൽപ്പുള്ളൂ. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ കൂടി ഇങ്ങനെ വീഡിയോ വരുന്നതുകൊണ്ട് തന്നെ ഫേമസ് ആയിപ്പോയ ധാരാളം അമ്പലങ്ങളുണ്ട്. അതിനു മുന്നേ അധികം ആർക്കും അറിയാൻ പാടില്ലാത്തതും ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ധാരാളം ആൾക്കാർ അങ്ങോട്ടേക്ക് വരുന്നതുമായിട്ടുള്ള അമ്പലങ്ങളുണ്ട്. പിന്നെ നമ്മൾ അമ്പലത്തിൽ വീഡിയോ ഒക്കെ എടുക്കുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷെ ചെല്ലുമ്പോ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ പക്കാ വീഡിയോഗ്രാഫർ ആയിട്ട് നമ്മൾ ഒരിക്കലും ചെല്ലരുത്. അല്ലാതെ നമ്മളൊരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അവിടുത്തെ കുറെ മര്യാദകളുണ്ട്. അല്ലാണ്ട് നമ്മളൊരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് ചെല്ലുന്ന പോലെ ഒരിക്കലും നമുക്കൊരു ക്ഷേത്രത്തിൽ ചെന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ എന്നോട് ധാരാളം പേര് ചോദിക്കുന്ന കാര്യമാണ് ക്ഷേത്രങ്ങളിലൊക്കെ കൂടുതൽ പോകുന്നതുകൊണ്ട് ഞാൻ ഒരു ഭയങ്കരമായിട്ടുള്ള വിശ്വാസിയാണോ എന്ന്. ഒരിക്കലും അല്ല. ഞാൻ ഒരിക്കലും ഭയങ്കരമായിട്ടുള്ള ഒരു വിശ്വാസം കൊണ്ട് നടക്കുന്ന ഒരാളൊന്നുമല്ല. അമ്പലങ്ങളുടെ ഒരു കാര്യത്തിൽ എനിക്ക് ആകപ്പാടെ ഒരു വിയോജിപ്പുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ അമ്പലം കൂടുതലായിട്ട് ബിസിനസ് മൈൻഡിലേക്ക് ആയിരിക്കുന്നു. കാരണം രണ്ട് തരത്തിലാണ്. മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്ന് പറയുന്ന അമ്പലമുണ്ട്. പക്ഷെ അവിടുത്തെ ഭണ്ഡാരത്തിൽ QR കോഡ് വെച്ചിട്ടുണ്ട്. അവിടം വരെ സ്കാൻ ചെയ്യാൻ പോകുന്നതുകൊണ്ട് മൊബൈൽ ഫോണിന് റെസ്ട്രിക്ഷൻസ് ഇല്ല. പക്ഷെ നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാലാണ് പ്രശ്നം. ആ ഒരു കാര്യത്തോട് മാത്രമാണ് എനിക്ക് വിയോജിപ്പ്. ശരിക്കും പറഞ്ഞാൽ അമ്പലത്തിലെ കാണിക്കവഞ്ചി എന്ന് പറയുന്നത് നമ്മുടെ ഭക്തരുടെ കയ്യിലുള്ളത് എന്താണോ അതിടാൻ വേണ്ടിയുള്ളതാണ്. അല്ലാണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പൈസയും കൂടി അതിനകത്തേക്ക് ഇടണം എന്നുള്ള ഒരു കൺസെപ്റ്റിൽ പണിയേണ്ട ഒരു കാര്യമല്ല. അപ്പൊ എന്തായാലും നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.